രാവിലെ തന്നെ ഒരു നാടൻ കലാരൂപം അരങ്ങേറാൻ പോവാണ്. അണിയറ പ്രവർത്തകർ വേറെയുണ്ട്. ഇതാണ് മെയിൻ ചമയം. കരക്കാരെ, ചമയമൊക്കെ നല്ലതായിട്ട് വൃത്തിയാവുന്നുണ്ടേ. എന്റെ ഒരു മേൽനോട്ടം ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതുപോലെ ഞരമ്പ് പൊട്ടിക്കാതെ മുറിച്ചിങ് എടുത്തോണം. പഴുത്ത നല്ല വരിക്കച്ചക്കയുടെ ചുള എടുത്തിട്ട് ഇങ്ങനെ കുനു കുനു കുനാന്നങ്ങ് അരിഞ്ഞോണം. കുനു കുനാന്ന് അരിഞ്ഞാലേ അതിന്റെ ഭാവം വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഉപ്പുകൊട്ടം കൊണ്ട് തുടങ്ങാം അല്ലേ? അതെ, ചുക്ക്, ഏലക്ക, ജീരകം പൊടിച്ചത്, പ്രേഷറുടെ അളവനുസരിച്ച് ഗോതമ്പ് പൊടി, കുഴച്ച് ഈ പരുവത്തിനങ്ങ് എടുത്തോണം. ബാക്കി ചമയങ്ങളായിട്ട് വേണ്ടി ആവശ്യമുള്ള ചുക്ക്, ഏലക്ക, ജീരകം ഇത് പൊടിച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി തേങ്ങ തിരുമിയത് അതിന്റെ മുകളിലോട്ടങ്ങ് ഇടുക. ശർക്കര വേണേ ശർക്കര ചേർക്കാം, പഞ്ചാര വേണേ പഞ്ചാര ചേർക്കാം. ഞങ്ങൾക്ക് പഞ്ചാരയാണ് ഇഷ്ടം. ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർക്കുക. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ഇളക്കണം. കയ്യിൽ വെള്ളം തൊട്ട് ഉരുളകളാക്കി എടുക്കുക. ഇലയിൽ പരത്തിയെടുക്കുക. ഇലയുടെ സൈഡിലോട്ട് അധികം പോകാതെ കട്ടി കുറച്ച് പരത്തുക. ഇനിയിപ്പം നമ്മുടെ ഈ കൂട്ട് നിറച്ചെടുക്കാം. നമുക്കിവിടെ മടക്കി എടുക്കാം. ഇതിന്റെ സൈഡ് ഇങ്ങനെ അമക്കി കൊടുക്കണം. അടുക്കി നല്ല ആവി കുട്ടകത്തിലേക്ക് അങ്ങ് കേറ്റുകയാണ് കേട്ടോ. ഇനി അടപ്പടച്ച് ആവി കൊടുത്ത് വേവിച്ചെടുക്കാം. കലാരൂപം ആസ്വദിക്കണമെങ്കിൽ ഇച്ചിരി ആവിയൊക്കെ പോകണം കേട്ടോ. ആവിയൊക്കെ പോയിട്ട് നമ്മൾ പതുക്കെ തന്നെ ഇതിനെ ഇങ്ങനെ തുറക്കുമ്പോൾ ഒട്ടുമൊക്കെ ചെയ്യും, നോ പ്രോബ്ലം. വേണ്ട, ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് തുറക്കണം കേട്ടോ. ഈ രാവിലത്തെ ഇളം വെയിലിൽ ഇതിങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് വേണ്ടേ. അതിൻ്റെ കൂടെ നല്ല ചൂട് കടുപ്പുള്ള ചായ.